ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ട, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഹയർ സെൽഫ് ഉണ്ട്, അല്ലെങ്കിൽ ട്രൂ പൊട്ടൻഷ്യൽ ഉണ്ട്, ഒതൻറ്റിക് സെൽഫ് ഉണ്ട്, ഇതിലൊന്നും എത്തിച്ചേരാതെ എന്ത് ചെയ്യുവാണ്? ഈ പറയുന്ന കുടുങ്ങിക്കിടക്കുവാണ്, സ്ലേവറിയിൽ കുടുങ്ങിക്കിടക്കുക. അപ്പോൾ ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്താണ് ആ പറയുന്ന പോവേർട്ടി അല്ലെങ്കിൽ സ്കേഴ്സിറ്റി സംഭവിക്കുന്നത്? നമ്മൾ മറ്റു ചില കാര്യങ്ങളുടെ അറ്റാച്ച്മെൻ്റ് ആണ് ഉണ്ടാവുന്നത്. നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും, നമുക്ക് പലതിനോട് നോ പറയാൻ കഴിയാറില്ല, എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുവാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ അറിയാം, നിങ്ങൾ 2-3 മണിക്കൂർ ഉപയോഗിക്കുന്നെങ്കിൽ അന്തവും കൊന്തവും ഇല്ലാതുള്ള വീഡിയോസാണ് കാണുന്നത്. ഒരു ഫോക്കസ് ഇല്ല, കൃത്യമായിട്ട് നമുക്കൊരു ധാരണയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് നമുക്ക് ഉള്ള കോണ്ടന്റുകൾ തരുന്നത്? നിങ്ങൾ ഇന്നലെ വരെ എന്താണോ കണ്ടത് അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ, അല്ലേ? നമ്മൾ എന്ത് അന്വേഷിക്കുന്നോ അത് നമ്മളിലേക്ക് തിരിച്ചു തരും. ഇതും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വെക്കുന്ന ഈ കോൺസെപ്റ്റിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നമ്മളിലേക്ക് വരും. അത് ശരിയോ തെറ്റോ, നമുക്ക് പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മായ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്രകാരമാണ് അഫക്റ്റ് ചെയ്യുന്നത്? മായ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളൊരു ഫിക്സ്ഡ് സെൽഫിനെ കുറിച്ചുള്ള ചിന്തയുണ്ട്. അതായത് എന്നിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല, ഞാൻ എപ്പോഴും ഒരു സ്റ്റാറ്റിക്കാണ്, അല്ലേ? നമ്മളൊരു ചിന്തയാണ്. ശരിക്കും നമ്മൾ വളരുന്നുണ്ട്, നമ്മൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും നമ്മളിൽ മാറ്റങ്ങൾ വരും. നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നതിന് കാരണം മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്നില്ല.